2,00,000 താഴെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 7 വണ്ടികളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സെഗ്മെന്റിൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് TVSന്റെ റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്. അതായത് നമ്മൾ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ടെക്നിക്കൽ വൈസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 225cc സിംഗിൾ സെന്റർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. മാത്രമല്ല ഏകദേശം 20.5 പവറും ഏകദേശം 19 Nm ടോക്കും തരുന്ന ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള, ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ആ എഞ്ചിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇതിന്റെ ലുക്ക് പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ശരിക്കും ഇത് കമ്പനി പറയുന്നത് ഒരു ടൂറിംഗ് സെഗ്മെന്റിലേക്ക് വേണ്ടിയിട്ടാണ് വണ്ടി കൊണ്ടുവന്നതെന്നാണ്. ഏകദേശം ഒരു സ്ക്രാംബ്ലർ ടൂറിംഗ് ലുക്കാണ് വണ്ടിക്കുള്ളത്. ഒരു റെട്രോ ബൈക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള ഒരു ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. മാത്രമല്ല TVSന്റെ ആയതുകൊണ്ട് തന്നെ ടെക്നോളജീസിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. കാരണം ഈ സെഗ്മെന്റിൽ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഇതിൽ വരുന്നത്. മാത്രമല്ല നമുക്ക് 2 മോഡ് അവൈലബിൾ ആണ്. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ചെറുതാണെങ്കിലും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് വണ്ടിയിൽ വരുന്നത്. മാത്രമല്ല ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണിത്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് ഒക്കെ പോകാനാണെങ്കിലും അത്യാവശ്യം ഒരു ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ചൊരു അടിപൊളി ബൈക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോണിലേക്ക് പോകാം. നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റോണിനോടുള്ള ഇംപ്രഷൻ എന്തായാലും മാറുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് റോണിൻ എന്ന് പറയുന്ന വണ്ടി. ആയിട്ട് ഈ സെഗ്മെന്റിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഹോണ്ടയുടെ CB200X എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചർ ബൈക്കാണ്. അതായത് ഈ വണ്ടിയെ പറ്റി ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ റോട്ടിൽ വരുന്ന സമയത്ത് ഇതിന്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കമ്പാരിറ്റീവ്ലി അഡ്വഞ്ചർ ബൈക്ക് എല്ലാം ഭയങ്കര റോഡ് പ്രസൻസ് ഉള്ള വണ്ടികളായിരിക്കും. അതിന്റെ ഇടയിൽ ഇത് കുറച്ചും കൂടി ഒരു റോഡ് പ്രസൻസ്, ഇതിന്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കാണാൻ ഒരു പ്രത്യേക അഴക് തന്നെയാണ് വണ്ടി എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 184cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്. ഇത് ഏകദേശം ഒരു 17 PS പവറും ഏകദേശം ഒരു 15.5 Nm ടോക്കും ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനാണ് ഇത്. കമ്പാരിറ്റീവ്ലി കുറച്ച് അണ്ടർ പവേർഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഇത്. ഇപ്പം എന്താ പറയുക, ഒരു അഡ്വഞ്ചർ ബൈക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഹൈവേ ക്രൂസിങ്ങിലായാലും ഒരുപാടൊന്നും ഹൈ സ്പീഡിലൊന്നും ക്രൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 70-80 സ്പീഡിലൊക്കെ നിങ്ങൾക്ക് ക്രൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. കാരണം വെച്ചാൽ അത്ര റിഫൈൻഡ് ആയിട്ടുള്ള നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹോണറ്റ് 2.0 കണ്ടിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് ഈ വരുന്നത്. അപ്പോൾ 2,00,000 താഴെ ഒരു അഡ്വഞ്ചർ ബൈക്ക് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഹോണ്ടയുടെ CB200X എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒരു ഓഫ് റോഡ് പർപ്പസ് കണക്കാക്കിയിട്ടൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അഡ്വഞ്ചർ ബൈക്ക് അല്ല. ഇത് ഓഫ് റോഡ് കാപ്പബിലിറ്റി ഒക്കെ അത്രത്തോളം, അതായത് എക്സ്പൾസ് ഹിമാലയനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഓഫ് റോഡ് കാപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയല്ല. ഒരു പർപ്പസ് വണ്ടി. നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പീഡിൽ നിങ്ങൾക്ക് ഹൈവേ ക്രൂസ് ചെയ്യാം, കുഴപ്പമില്ലാത്ത ട്രയൽസ് ഒക്കെ നമുക്ക് ഓടിക്കുകയും ചെയ്യാം എന്ന് പറയുന്ന ഒരു നല്ല ഒരു വണ്ടി തന്നെയാണ് CB200X എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതും ഒരു അഡ്വഞ്ചർ ബൈക്ക് തന്നെയാണ്. ഹീറോന്റെ Xpulse 200 4V എന്ന് പറയുന്ന വണ്ടിയാണ്. പേഴ്സണലി ഞാൻ ഓൺ ചെയ്യുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഏകദേശം 199cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. ഏകദേശം ഒരു 19 bhp പവറും 17 Nm ടോക്ക് ഉണ്ടാക്കുന്ന ഒരു ആവറേജ് പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ്. ഇപ്പം ഓഫ് റോഡിലേക്ക് പോക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇതിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇപ്പം സിറ്റിയിൽ കൊണ്ടു നടക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സിറ്റി കംഫർട്ട് തരുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ എവിടെയോ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹൈവേയിലൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഹൈ സ്പീഡിലൊന്നും ക്രൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 70-80 സ്പീഡിലൊക്കെ നമുക്ക് മാക്സിമം ക്രൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏകദേശം, അതായത് Xpulse 210 എന്ന് പറയുന്ന വണ്ടി ലോഡിംഗ് ആണ്. അതുകൊണ്ട് ആ പ്രശ്നം അതോടുകൂടി പരിഹരിക്കപ്പെടും. 2,00,000 താഴെ തീർച്ചയായിട്ടും നല്ല ഒരു ഓഫ് റോഡ് തന്നെയാണ് Xpulse 200 എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് വളരെ ലോ ആയിട്ടുള്ള മെയിൻ്റനൻസ് ആണ്. മാത്രമല്ല സർവീസ് അവൈലബിലിറ്റിയും വളരെ വൈഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഹീറോന്റെ എന്ന് പറയുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ്. സീറ്റിംഗ് ഒക്കെയാണ് കുറച്ചൊരു നെഗറ്റീവ് എന്ന് പറയുന്നതിന്റെ, പക്ഷെ അതിന് നമുക്ക് അങ്ങനത്തെ റെമഡീസ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സെഗ്മെന്റിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് Xpulse 200 എന്ന് പറയുന്നത്. നല്ല കംഫർട്ട് തരുന്ന നല്ല ഓഫ് റോഡ് സ്പെക്ക് ഉള്ള ഒരു വണ്ടി തന്നെയാണ് Xpulse 200 എന്ന് പറയുന്നത്. ആയിട്ട് നമ്മൾ ഈ സെഗ്മെന്റിൽ പറയുമ്പോൾ NS 200 ആണ്. അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഒരുപാടധികം സെയിൽസ് ഉണ്ടാക്കുന്ന ഒരു ബജാജിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് NS 200 എന്നുള്ള വണ്ടി. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് ഓടിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു റോ ഫീലും ഇതിന്റെ ഒരു അത്ര ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും മാത്രമല്ല ഇതിന്റെ ഡിസൈനും
അടിപൊളിയാണ്. അതായത് ഏകദേശം 199cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. മാത്രമല്ല ഏകദേശം 25-നടുത്ത് പവറും ഏകദേശം 19-നടുത്ത് എണ്ണം ടോക്കും ഉണ്ടാക്കുന്ന ഒരു ഗംഭീര എഞ്ചിൻ തന്നെയാണ്. 6-സ്പോർട്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. എന്താ പറയാ, ഒരു റോ ഫീൽ നമുക്ക് ഇതിന്ന് കിട്ടും. ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ആണെങ്കിലും അടിപൊളിയാണ്. അതായത് ഇതിന്റെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളും ഡിസൈനും ഒക്കെയാണ് വരുന്നത്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിന് ഒരുപാടധികം ഫാൻ ബേസ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാടധികം ഫാൻസ് ഇന്ത്യയിലുള്ള ഒരു വണ്ടി, ബജാജിന്റെ വണ്ടി തന്നെയാണ് NS200 എന്ന് പറയുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. 2 ലക്ഷം റേഞ്ചിൽ നമുക്ക് ഇന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വണ്ടി തന്നെയാണ് NS200 എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ സെഗ്മെന്റിൽ പറയുന്നതെന്ന് പറയുമ്പോൾ ബജാജിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ബജാജിന്റെ 220F എന്ന് പറയുന്ന ഒരു യൂണീക്ക് പ്രൊഡക്റ്റ് ആണ്. അതായത് ഇന്ത്യയിൽ വളരെയധികം ഫാൻ ബേസ്, അതായത് പല ഏജ് റേഞ്ചിലുള്ള വളരെയധികം ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ്. അതായത് പുതിയ ന്യൂജൻ പിള്ളേർക്കാണെങ്കിലും കുറച്ച് പഴയ ജനറേഷൻ ആണെങ്കിലും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു എഞ്ചിൻ വരുന്ന, അല്ലെങ്കിൽ ഒരു ഡിസൈൻ വരുന്ന വണ്ടി തന്നെയാണ് 220F എന്ന് പറയുന്ന വണ്ടി. പേഴ്സണലി ഞാനൊരു ഫാനാണ്. അതായത് അത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു യൂണീക്ക് ഫീൽ തന്നെയാണ് അതെന്ന് പറയുന്നത്. ഏകദേശം 220cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. 20.5 PS പവറും ഏകദേശം 18-നടുത്ത് എണ്ണം ടോക്കും ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അതായത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബജാജ് പ്രോഡക്റ്റിന്റെ ഒക്കെ പ്രത്യേകത അങ്ങനെ തന്നെയാണ്. അവർ ആ ഡിസൈൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. അവരുടെ മീറ്റർ കൺസോൾ ആണെങ്കിലും അങ്ങനത്തെ ഒരു വണ്ടിയാണ് 220F എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ്. ഇതിന്റെ ഒരു പ്രശ്നം, അതായത് നമ്മൾ ഓടിക്കുന്ന സമയത്തുള്ള പ്രശ്നം, ഒരു ഹൈവേയിൽ കയറുന്ന സമയത്ത് നമുക്കൊരു ഗിയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും ഈ വണ്ടി എന്ന് പറയുമ്പോൾ. അതുള്ളൂ, കാരണം വെച്ചാൽ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. ഒരു 6 സ്പീഡ് ആവായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു എഞ്ചിനാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ബജാജിന്റെ 220F തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത്. ആ സെഗ്മെന്റിൽ അവസാനമായിട്ട് പറയുന്നത് TVSന്റെ RTR 200 4V ആണ്. അതായത് ഒരുപാടധികം സ്പെക്ക് ഉള്ള ഒരു വണ്ടി തന്നെയാണ് 200 4V എന്ന് പറയുമ്പോൾ. അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിംഗ് കംഫർട്ടും അത്യാവശ്യം നല്ല സിറ്റി കംഫർട്ടും തരുന്ന ഒരു വണ്ടി തന്നെയാണ് 200 4V എന്ന് പറയുന്നത്. അതായത് TVS ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയണം, അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡർ ആയിട്ടുള്ള വണ്ടിയാണ്. അതായത് ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻസ് ആണ് വരുന്നത്, അഡ്ജസ്റ്റബിൾ ലിവേഴ്സും വരുന്നുണ്ട്. മാത്രമല്ല സ്ലിപ്പർ കച്ചും ഇതിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഇതിൽ 2-3 മോഡ്സും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിൽ വെച്ച് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള 2 lakhന്റെ താഴെയുള്ള ഒരു വണ്ടി തന്നെയാണ് RTR 200 4V എന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും ഈ സെഗ്മെന്റിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഇതെന്ന് പറയുമ്പോൾ. ഇനി ഇതിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് 2 ലക്ഷത്തിൽ താഴെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വണ്ടികൾ തന്നെയാണ്. പിന്നെ ഇതിന്റെ ചില ടോപ്പ് എൻഡ് മോഡലുകൾക്ക് 2 ലക്ഷത്തിൽ പുറത്ത് വന്നേക്കാം. പക്ഷെ നിങ്ങൾക്ക് 2 ലക്ഷത്തിൽ താഴെ മേടിക്കാൻ പറ്റുന്ന നല്ല കുറച്ച് വണ്ടികൾ തന്നെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വണ്ടികളെല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന്റെ മാത്രം നിങ്ങൾ എടുക്കുക. കാരണം എന്താ വെച്ചാൽ ഓരോ വണ്ടിക്ക് ഓരോ സീറ്റിംഗ് പൊസിഷനും അല്ലെങ്കിൽ ഓരോ പവർ ബാൻഡും ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പവർ ബാൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സ്പെക്ക് നോക്കിയിട്ട് നിങ്ങൾ ആ വണ്ടികളാണ് ചൂസ് ചെയ്യാൻ. അല്ലാണ്ട് നിങ്ങൾ ഒരു വീഡിയോയോ അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളുടെ അഭിപ്രായം ഒന്നും കേട്ടിട്ട് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നല്ല സർവീസ് അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരു വണ്ടി ചൂസ് ചെയ്യുക. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അവസാനം വരെ കണ്ടതിന് തീർച്ചയായിട്ടും നന്ദി. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യും.